നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അർജന്റീന ബ്രസീൽ കാട്ട മത്സരമാണ്. യെസ്, നമ്മുടെ ഫാൻസ് ഒക്കെ നമ്മളോട് ഈ സൈഡിലോട്ട് മാറിയിരുന്നു. നമ്മുടെ ഫാൻസ് ഇങ്ങോട്ട് വരും. ഇന്ന് അർജന്റീനനെ കെട്ടിച്ചിരിക്കും. ഓക്കെ, ആഗ്രഹം വേറും ദുരാഗ്രഹം അത്രേ ഉള്ളൂ. ഓക്കെ, എന്റർടൈൻമെന്റ് കീഴെ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, അജണ്ട പറഞ്ഞു. ഓക്കെ, തമിഴ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ. ഓക്കെ, മലയാളം. ഓക്കെ, അർജന്റീനക്കാരൻ മോന്തയ്ക്ക് തോണ്ടിട്ടാണ് അതിന്റെ കളി. ഒന്ന് ഞോണ്ടി നോക്കറില്ലേ? ഞാൻ ഞോണ്ടി നോക്കിയതാ കൊരക്കുന്ന വെട്ടി കടിക്കുമെന്ന്. പൊക്കിള ചുറ്റും സർപ്പ് കിട്ടായിരുന്നു എൻഡി കണ്ടോ ടൈല്. തുടങ്ങിയേക്കാല തുടങ്ങിക്കോ, എടുത്തോ, കത്തിച്ചോ. ഇന്ന് നമ്മള് തകർക്കൂലേ? തകർക്കാനുള്ളതാണ്. അർജന്റീനക്ക് അത്ര വീര്യണ്ടോ നോക്കട്ടെ. അതാണ് ഫസ്റ്റ് തന്നെ ഒരു ഹിന്ദി കിട്ടിയിട്ടുണ്ട്. ഇത് ബൂത്ത് നീൽ. ഏപ്രിൽ 18 സിനിമ റിലീസിനെത്തുകയാണ്. സഞ്ജയ് ദത്ത് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിദ്ധാന്ത് സച്ദേവാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ, എടുക്കടാ. ഭൂതപരിപാടിയാണല്ലേ, ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്ന ആളായിട്ടാണ് തോന്നുന്നത് ബാബ. ഓക്കെ, അടുത്ത ബ്രസീൽ എത്ര മുട്ടയിടേണ്ടി വരും നമുക്ക് നോക്കാം. ഇപ്പൊ നീട്ടിരിക്കുന്നല്ലോ വലിയ മുട്ട, അതുപോലത്തെ ഒരു മുട്ടയാണ്. ഓക്കെ, ഗുഡ് ബാഡ് അഗ്ലി. അങ്ങനത്തെ ഒരു മുട്ടയല്ല, ഇത് ഒരു കിടല സാധനം. പക്ഷെ മലയാളം അല്ലാത്തതുകൊണ്ട് മുട്ടയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉടനടി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഇതിന്റെ അപ്ഡേറ്റ് വരും. എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ, വന്നിട്ട് നോക്കാം. അടുത്തത് ഓക്കെ, മലയാളമായിട്ട് വരും കേട്ടോ. എന്താണ് കേസരി ചാപ്റ്റർ 2. എനിക്ക് തോന്നി ആ സൈലന്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അക്ഷയ് കുമാറും മാധവനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഏപ്രിൽ 18 സിനിമ റിലീസിനെത്തുന്നത്. അപ്പൊ മറ്റത് ഏപ്രിൽ 18. എന്താണ് കരൺ സിംഗ് ത്യാഗിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. വലിയ ത്യാഗിയാണ്. ഓക്കെ, ഇതൊരു വലിയ ത്യാഗമായിരിക്കും. പിന്നെ അക്ഷയ് കുമാറിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ അത് വലിയ ത്യാഗമല്ലേ. പിന്നെ മാധവ ഉള്ളത് കൊണ്ടൊരു അതെ ആ ഒരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, അടുത്ത കീഴ് സൂര്യ 46. മലയാളം എവിടെയാണോ? ഓക്കെ, സൂര്യ 46 വെങ്കി അട്ലൂരി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ട് ഉടനടി തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് ജൂണിൽ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങും. ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത് നമ്മുടെ സൂര്യയാണ്. കൂടെ മമിത ബൈജു നായികയായിട്ടായിരിക്കും. നായികയായിട്ടായിരിക്കും വെച്ചാൽ പേരായിരിക്കൂല, പക്ഷെ നായികയായിരിക്കും മെയിൻ. അങ്ങനെ ആയിരിക്കാം. ഒന്ന് ആലോചിച്ചത് എത്ര സിനിമയിലാ മമിത. എല്ലാം പുതിയ വരുന്ന എല്ലാ വലിയ താരങ്ങളുടെ സിനിമയിലും പ്രധാന വേഷത്തിലാണ്. അതെ, ഈ മമിതനെയാണ് അനശ്വര രാജിന്റെ കൂടെ കമ്പയർ ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത. അടുത്തത് രാജാ സാബ് സിനിമയുടെ മ്യൂസിക് കമ്പോസിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് തമൻ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഈച്ച കയറി കളിക്കുന്ന തുടങ്ങിയിട്ട് കുറഞ്ഞേ. ഓക്കെ, അപ്പോൾ അടുത്ത കിഴി. അപ്പോൾ ഒരു പെനാൽറ്റി ഇട്ടുണ്ട്. നോക്കട്ടെ ഇതെന്താ ഇങ്ങനെ പെനാൽറ്റി അടിച്ചു, പുറത്തേക്ക് അടിച്ചു, പറപ്പിച്ചു. ഹനീഫ് ആദേനി ഒരു പാൻ ഇന്ത്യൻ ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ആള് സൈൻ ചെയ്തിട്ടുണ്ട്. ദിൽരാജുവിന്റെ അണ്ടറിലാണ് കേട്ടോ. ആളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദിൽരാജു. അത് മറ്റേ പടം തന്നെ ആയിരിക്കും കേട്ടോ. അത് പുറത്ത് പറഞ്ഞില്ലായിരുന്നു, ഒരു ഹിന്ദി ഫിലിമിന് കരൺ ജോഹർ ആയിരുന്നു അന്ന് പറഞ്ഞത്. കരൺ ജോഹർ ആയിരുന്നു. അപ്പൊ ഇത് തെലുങ്കായിട്ടായിരിക്കും മേ ബി വരുന്നത് കേട്ടോ. ദിൽരാജു ആയതുകൊണ്ട് ഹനീഫ് ആദിന് കുറച്ച് ബോധമുള്ളതുകൊണ്ടേ ഹിന്ദി കളിക്കണ്ടെന്ന് എഴുതിയുണ്ടോ. അടുത്തത് ഏറ്റവും നല്ലത് തെലുങ്ക് തന്നെ. ഫസ്റ്റ് ഗോള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിനിമയുടെ ട്രെയിലർ 5 മില്യൺ കടന്നിരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും അതല്ലെങ്കിലും ആ ഫസ്റ്റ് ഗോള് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു എന്ത് ഷോട്ട് എന്നാണ് പറയാ, എന്തിങ്ങനെ വളഞ്ഞു പോകുന്നതിന് എന്തെന്നാ മഴവില്ല് പോയിട്ട് ആ പോസ്റ്റിലേക്ക് കയറുമ്പോൾ ഒരു രസമുണ്ടല്ലോ. അതും മെസ്സിന്റെ കാര്യം. സന്തോഷം. ശരിയാണ്, 1-0 അല്ലേ? ഓക്കെ, അടുത്ത ഗോൾ ഇപ്പൊ തരാം. ക്രൈം ഫയൽ, കേരള ക്രൈം ഫയൽ വെബ് സീരീസാണ്. നമ്മുടെ അജു വർഗീസ് പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. വെബ് സീരീസാണ്, വമ്പൻ ഹിറ്റായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ഭാഗം വരുന്നുണ്ട്, സീസൺ 2. അതിൻ്റെ ഒഫീഷ്യൽ ടീസറിൻ്റെ
സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഡ്യൂറേഷൻ ഡ്യൂറേഷൻ വന്നില്ലല്ലോ. ഡ്യൂറേഷൻ വന്നു 1 മിനിറ്റും 10 സെക്കൻഡും. യാ ഇത് സാധാ എങ്ങനെയോ തട്ടിത്തറഞ്ഞൊരു ഗോളായതാണ്. അല്ലാണ്ട് നമ്മൾ അടിച്ച പോലെ ഒരു മഴവിൽ കിക്കിനൊന്നും ഉള്ളതൊന്നും വെറയിലില്ല. എന്നാലും 1-1 അതാണ് ഉണ്ടരുത്. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇവരുടെ ഗോളിന് ഭയങ്കര സൗന്ദര്യമായിരിക്കും, പിന്നെ തീർച്ചയായും പക്ഷെ അക്കൗണ്ടിൽ 1 കാണുള്ളൂ. എന്തോ അക്കൗണ്ടിൽ 1 കാണുള്ളൂ. അടുത്ത എന്നാ പിടിച്ചോ, എംപുരാൻ L3 സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നു കേട്ടോ. ഏപ്രിൽ 4 ദുബായിൽ വെച്ചിട്ട്. ഇതെങ്ങനെയുണ്ട്? നമ്മൾ അടിക്കുന്നതൊക്കെ നല്ല ഒന്നാം തരം ഫ്രീക്കിംഗ് ഗോളുകൾ അല്ലെങ്കിൽ മഴവിൽ ഷോട്ടുകൾ ഒക്കെ ആയിരിക്കും. ശരി, അപ്പോൾ L3 അസ്രയേൽ ആ പേര് പറയാൻ മറന്നു കേട്ടോ. അസ്രയേലായിട്ട് വരുന്നു. അപ്പോൾ ഇതായിരിക്കൂലേ അന്ന് ഇതിന്റെ ടീസർ ലോഞ്ചിന്റെ സമയത്തെ ആങ്കറിനോട് പറഞ്ഞത്, ചെവിയിൽ പറഞ്ഞില്ലേ? ആക്ച്വലി സാറിന് അത് അറിയാമെന്ന് പറഞ്ഞില്ലേ പൃഥ്വിരാജ്? അത് തന്നെ ആയിരിക്കും കേട്ടോ. അസ്രയേൽ വെറുതെ എല്ലാം ഞെട്ടിയത്. പേരൊക്കെ വേറെ ലെവലാണ്. പിന്നെ ഓക്കെ, അടുത്ത് ഒരു ചെറിയ ഗോളാണ്, പക്ഷെ ഇമ്പാക്റ്റ് ഉണ്ട്. ഓക്കെ, 2-2 നരിവേട്ട. ഇതിനിവിടെ പവർ വരുന്നതെന്നറിയോ? 2-1 തോറ്റ് നിൽക്കുമ്പോൾ അടുത്ത ഗോൾ ഇടുന്നു, എന്നിട്ട് സമനില ഇടിപ്പിക്കുമ്പോൾ അടിച്ചവരാണ് ജയിച്ചതുപോലെ ആവുന്നത്. നിങ്ങൾക്ക് അവിടെ പരാജയവും ഞങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് സന്തോഷമാണ്. അത് തിരിച്ചെടുത്തതിന് സന്തോഷം. ഇനിയുണ്ടല്ലേ കിഴി? നമുക്കെല്ലാം ക്ലിയർ ആക്കാം. കൈയടിച്ചു ആവേശം തരണം. എന്തായാലും ഇപ്പൊ 2-2 നരിവേട്ട സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. നരിവേട്ട സിനിമയുടെ ലൈവ് റെക്കോർഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലേ, അത് മെയ്യിലാണ് സിനിമ റിലീസിന് എത്തുന്നത് കേട്ടോ. അവർ അനൗൺസ് ചെയ്തത് മെയ് എന്നുള്ളത് മാത്രമാണ്, പക്ഷെ മെയ് 16 ഇവർ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ അളിയാ, ഇനി നിന്റെ കയ്യിലാണ് ബോള്. അർജന്റീന എന്ത് കാണിക്കും നോക്കാം. പെനാൽറ്റി ആണല്ലേ? മലയാളം കിട്ടിയാൽ ഞാൻ അർമാദിക്കും. മലയാളം കിട്ടണ്ട, അതാണ് ഗോൾ അടി. ആദ്യം അകത്തേക്ക് അടിച്ചിരിക്കും പുറത്തേക്ക്. മെസ്സിക്ക് പണ്ട് പറ്റിയ ഫോൾട്ട് ഇല്ലേ, അതിപ്പോ ഒന്ന് സംഭവിച്ചു, പുറത്തേക്ക് പോയി. പണ്ടത്തെ മെസ്സി, ഇപ്പത്തെ അല്ല കേട്ടോ, ഇപ്പോഴും അങ്ങനെ തന്നെ. മെസ്സി അന്നും ഇന്നും എന്നും പെനാൽറ്റി വിറക്കും. എന്നിട്ട് വേൾഡ് കപ്പ് അടിച്ചപ്പോ ഞങ്ങള് പെനാൽറ്റി അടിച്ചായിരുന്നല്ലോ. അതൊക്കെ ശരിയാണ്, ഞങ്ങള് വരച്ചില്ലല്ലോ. അത്രേ ഉള്ളൂ. ഇത് പഴയതായതുകൊണ്ടാ. അതെ, ബോള് കിട്ടുമ്പോ മെസ്സി വന്ന് നിൽക്കുമ്പോ മെസ്സി ഇറക്കുന്നതിനേക്കാൾ കൂടുതൽ മെസ്സിയെ അറിയുന്ന, കാലങ്ങളായിട്ട് മെസ്സിയെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും മെസ്സിയേക്കാൾ വേറുണ്ട്. അത് സംഭവിക്കും. എനിക്കിപ്പോ വേറെ സംഭവിച്ചത് അതുകൊണ്ടാണ്. പെനാൽറ്റി അല്ലായിരുന്നു. അത്രേ ഉള്ളൂ. വന്ന് നിൽക്കുന്നത് നമ്മളാവുമ്പോ വിറക്കും. പിന്നെ തീർച്ചയായിട്ടും എന്താണെങ്കിലും ചെയ്യാൻ 63 ഓക്കെ മഡോണ അശ്വിൻ സംവിധാനം ചെയ്യും. ആൾറെഡി അനൗൺസ് ചെയ്തതാണല്ലോ. സിനിമ ഷൂട്ട് തുടങ്ങുന്നത് മെയ് മാസം. മെയ്യില് 2nd വീക്ക് ചെന്നൈയിൽ വെച്ചിട്ട്. ഓക്കെ, എന്തായാലും വീരധീര സൂരൻ ഗംഭീര സാധനമാണ്. അടിപൊളി റെസ്പോൺസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഭീര സിനിമയാണ് കേട്ടോ, പോയിട്ട് എല്ലാവരും കാണണം. അതായത് ശരിക്കും ഒരു കംബാക്ക്. അപ്പൊ എന്തായാലും നമ്മൾ കംബാക്കിന് ഇനി സമയമുണ്ട് കേട്ടോ. എന്താണ് 2 വന്നു കഴിഞ്ഞാൽ എന്നെ മാത്രം നോക്കി ചിരിക്കൊന്നും വേണ്ട. ഒരു വിറ്റ് കേൾക്കണേ. ഇവൻ അത് ഇന്നലെ ഞങ്ങൾ പറഞ്ഞു പോയി, അത് നീലയും മഞ്ഞിട്ടിട്ട് വരുന്നത്. ഇവൻ വന്നപ്പോ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് വന്നിരിക്കും. എനിക്ക് നേരത്തെ അറിയാമെന്ന് ഞാൻ തോക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ഇടാഞ്ഞത്. നീ തോറ്റപ്പോ? തോറ്റല്ല, ഒരു സമനിലയല്ലേ. കയ്യിന്ന് പോയി, വേറെ വന്നതുകൊണ്ട് അതുകൊണ്ടാ. അപ്പൊ സമനില പിടിച്ചവർക്കാണ് അപ്പോഴും ആഘോഷമുള്ളത്. ഇതൊക്കെ ഞാൻ നേരത്തെ മുൻകൂട്ടി കണ്ടായിരുന്നു. അപ്പൊ പോവാം. അപ്പൊ എന്തായാലും കിരി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.